ആൽവിനെ, എൻ്റെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ടടാ. എന്ത് പ്രശ്നം? എടാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്റ്റലിൽ നിന്ന് വന്ന അന്ന് വൈകിട്ട് എൻ്റെ നന്ദു, നിനക്ക് കുറച്ചു നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് വരത്തില്ലായിരുന്നോ? ചിക്കനോ മീനോ വല്ലതും വാങ്ങിക്കായിരുന്നു. അതിനിന്നല്ലേ ക്ലാസ്സിൽ നിന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നേ. ആ മുറിയിലെ കണ്ണാടിയൊക്കെ നീ എടുത്ത് മാറ്റിയല്ലേ? ആ മുറിയിൽ ഇപ്പം എന്തിനാ എത്രയും കണ്ണാടി? എടാ, വണ്ടി ഒന്ന് നിർത്തിക്ക്. അല്ല, നീ നിന്റെ അമ്മ മാത്രമേ ഉള്ളല്ലോ ഇവിടെ. പിന്നെ ആരെ കണ്ണാടിയൊക്കെ എടുത്തു വെച്ചേ? എടാ, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞു വരുന്നത്. എന്തായാലും ഏട്ടാ, നീ ഇപ്പോൾ വണ്ടി എടു. ശരി. അന്ന് രാത്രി നടന്നത് എന്താണെന്നറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം ഞാൻ ഉറങ്ങാതിരുന്നു. നീ എന്താടാ ഇവിടെ? ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയത് അമ്മേ. ഈ ബാൽക്കണിയിലാണോ മൂത്രം ഒഴിക്കുന്നത്? എൻ്റെ നന്ദു, പോയി കിടന്ന് ഉറങ്ങടാ നീ. ഏതായാലും കരണ്ട് വന്നു, ഇനി അരി ഒന്ന് അരച്ചേക്കാം.
ആ നീ എണീറ്റോ? പാലങ്ങ് പിരിഞ്ഞു പോയി. നീ ഒരു കൂട് പാല് മേടിച്ചോണ്ട് വന്നേ. അമ്മേ, ഇത് ആൽവിൻ, എൻ്റെ കൂട്ടുകാരനാ. ആൽവിൻ ഇരിക്കൂ. നന്ദു ഇങ്ങോട്ടൊന്ന് വന്നേ. കൂട്ടുകാരെ വിളിച്ചോണ്ട് കയറി വരാൻ ഇതെടാ സത്രമാണോ? വേഗം പറഞ്ഞു വിട്ടേക്കണം. അമ്മേ പതുക്കെ, ഒരു 2 ദിവസം അവനോട് ഉണ്ടാവും. 2 ദിവസമോ? ആ നീയൊക്കെ എന്താന്ന് വെച്ചാ കാണിക്ക്. അമ്മേ, എടാ നീ പറഞ്ഞ പോലെ ഞാൻ വലിയ പ്രശ്നമൊന്നും ഇവിടെ കാണുന്നില്ല. എടാ പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കണ്ട കാട്ടുചെടികളൊക്കെ വീട്ടിലെടുത്ത് വെക്കുമ്പോൾ നീ ആലോചിക്കണമായിരുന്നു. എടാ അതും ഇതുമായിട്ട് എന്തോ ബന്ധം? എടാ ചെടികളൊന്നും രാത്രി ഓക്സിജൻ അല്ല പുറത്തു വിടുന്നത്, പകരം കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തു വിടുന്നത്. അപ്പം നിൻ്റെ അടച്ചിട്ട മുറിയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയിട്ട് നിൻ്റെ തലച്ചോറിലുണ്ടാകുന്ന പ്രത്യേകം പ്രോസസ്സാണ് ഹാലൂസിനേഷൻ. അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പോൾ കണ്ണാടിയൊക്കെ തിരിച്ചു വന്നതോ? എടാ നീ കിടന്ന് പിടയ്ക്കാതെ, ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം. നീ ആ തോർത്തിങ്ങെടുത്ത് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. എടാ കിടന്നുറങ്ങടാ, ബാക്കി നാളെ രാവിലെ നോക്കാം. നന്ദുവേ, നീ പറഞ്ഞ പോലെ കാര്യങ്ങൾ അത്ര നിസ്സാരമൊന്നുമല്ല, ഭൂതോ പ്രേതമൊന്നുമല്ല. പക്ഷേ എന്തോ ഒരു ശക്തിയുണ്ട് ഇവിടെ. അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നേ? ഡാ നീ ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. എടാ നീ എന്താന്ന് വെച്ചൊന്ന് പറ. ഡാ നമ്മളല്ലാതെ വേറൊരാൾ കൂടി ഉണ്ട് ഇവിടെ. അയാളെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളോട് തന്നെ ചോദിക്കേണ്ടി വരും. എൻ്റെ പൊന്നാൽവിനെ, നീ നടക്കുന്ന കാര്യമെല്ലാം പറയ്. നടക്കും, അതിനൊക്കെ പല വഴികളുണ്ട്. നീ എസ്റ്റസ് മെത്തേഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹലോ ആൽവിൻ, ആ പറയേ. എന്ത്? എടാ ആൽവിനെ, നീ എന്തായി ചെയ്യുന്നതെന്ന് നിനക്കറിയാവോ? നിനക്കൊക്കെ തോന്നുമ്പോൾ തോന്നുന്ന പോലെ ചെയ്യാനുള്ള കുട്ടികളിയല്ല പാരാസൈക്കോളജി എന്ന് പറയുന്നത്. ഒരു എസ്റ്റസ് മെത്തേഡുമായി ഇറങ്ങിയിരിക്കുന്ന ഒരുത്തൻ. ആ ആ എടാ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യേ.
ആ ആൽവിനെ, എടാ നീ ഇനിയൊന്നും പറയണ്ട തൽക്കാലം. എടാ ഈ എസ്റ്റസ് മെത്തേഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ വിജയിക്കണമെന്നൊന്നുമില്ല. ആക്ച്വലി ദർ ഈസ് നോ എംപിറിക്കൽ എവിഡൻസ് ദാറ്റ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്പിരിറ്റ്സ്. അതായത് എല്ലായ്പ്പോഴും എപ്പോഴും അല്ലെങ്കിൽ ആത്മാക്കളുമായിട്ട് കൃത്യമായി സംസാരിക്കാൻ പറ്റും ഈ മെത്തഡ് വെച്ച് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളൊന്നും നമുക്ക് ഇന്നുവരെ ലഭ്യമായിട്ടില്ല. നീ തൽക്കാലം ഒരു കാര്യം ചെയ്യ്, നമുക്ക് നേരിട്ട് കാണാം ഉടനെ തന്നെ. ഓക്കെ, ശരി. എടാ നന്ദുവേ, ഇവിടെ എസ്റ്റസ് മെത്തേഡ് വർക്കാവുകയല്ല. എടാ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഉണ്ട്, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന വഴിയുണ്ട്. മറ്റൊരു ആത്മാവുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ്. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്.